الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد. പ്രിയങ്കരായ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഖാഫ് 15 മുതൽ 27 വരെയുള്ള ആയത്തുകളുടെ അർത്ഥസഹിതമുള്ള പഠനം നിങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ടാവും. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഖാഫിലെ ഓരോ ആയത്തുകളും ഈ വിശുദ്ധ റമദാനിൽ പഠിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിയതിന് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. 1 മുതൽ 14 വരെയുള്ള ആയത്തുകളിൽ സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു ആദ്, സമൂദ് ഗോത്രങ്ങളുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ജനതയ്ക്കുണ്ടായ അന്തിമമായ അവസ്ഥ എന്താണെന്ന് വിശദീകരിച്ചു തരികയുണ്ടായി. ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അഹങ്കരിച്ച ഫറോവയുടെ ചരിത്രവും വ്യക്തമാക്കി തരുന്നുണ്ട്. അവരുടെ എല്ലാം അന്ത്യം വളരെ ദയനീയമായിരുന്നു. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളായിരുന്നു അവർ എന്നുള്ളത്. 15-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ ക്ഷീണിക്കുകയോ ദുർബലപ്പെടുകയോ ചെയ്യാത്ത നാം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുന്നതിന് എന്ത് പ്രയാസമാണ് നേരിടുക എന്നുള്ളത്. ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബദ്ധപ്പാടും പ്രയാസങ്ങളുമൊന്നും അതേ വസ്തുവിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നതിനുണ്ടാകേണ്ടതില്ല എന്ന് അല്ലാഹു സത്യനിഷേധികളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനാണ് അവർക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഒരു കാലം കഴിഞ്ഞാൽ അവരെ മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ശേഷം അവരെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാൻ അല്ലാഹു എന്തുകൊണ്ടും കഴിവുറ്റവനാണ് എന്നതാണ് ഈ ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ പ്രക്രിയകളാണ്. ഈ സൃഷ്ടിപ്പിനും സ്ഥിതിക്കും സംഹാരത്തിനും ഇതോരോന്നിനും ഓരോ സൃഷ്ടാവോ ഓരോ ദൈവങ്ങളോ ഇല്ല എന്ന സത്യം കൂടി അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ പരിപാലിച്ച് അവനെ വീണ്ടും ജീവിതത്തിലേക്ക് ബർസഖിയായ ജീവിതത്തിന് ശേഷം തിരിച്ചു വിളിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു മനുഷ്യനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ആശയമാണ് 16-ാമത്തെ ആയത്തിൽ അവൻ നൽകിയിട്ടുള്ളത്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയേക്കാൾ നാം അവൻ്റെ സമീപത്ത് തന്നെയുണ്ട് എന്നാണ് അല്ലാഹു പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്ന് ഒന്നും തന്നെ ഒളിപ്പിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ മനുഷ്യന് അസാധ്യമാണ്. ആ ഒരു വിശ്വാസം അവനെ എല്ലാ നിലയ്ക്കും വിമലീകരിക്കുന്നതിനും തസ്കിയത്ത് നൽകപ്പെടുന്നതിനും പര്യാപ്തമായ സംവിധാനമാണ് അല്ലാഹു ദുനിയാവിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ,
നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നതും വരെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വരുമ്പോൾ തീർച്ചയായും തൻ്റെ വാക്കുകളും പ്രവൃത്തികളും വികാരവിചാരങ്ങളും പോലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് അവനെ നന്മ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നല്ല ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ പിന്നീട് അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നല്ല ചിന്തയ്ക്ക്, നല്ല നിയ്യത്തിന് അവന് പ്രതിഫലം നൽകപ്പെടും എന്നതാണ് മതത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നമല്ലാമാലു ബിന്നിയ്യാത്ത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെയും വിചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇന്നമാലി കുല്ലിൻ്റെയും മാനവ, ഓരോ മനുഷ്യർക്കും അവൻ ഉദ്ദേശിച്ചതെന്താണോ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എന്നുള്ളതാണ്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നന്മകൾ മാത്രം പ്രവർത്തിക്കുവാനും അതുകൊണ്ട് തന്നെ പരലോകത്തിലുള്ള വിശ്വാസം അവനെ സജ്ജമാക്കും. വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൽ അവന് ക്ഷേമകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഈ ദുനിയാവിൽ അവൻ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖിയായി ജീവിക്കുന്നതിലൂടെ അവന് സാധ്യമാകും. അള്ളാഹു അതുകൊണ്ട് തന്നെ അവൻ്റെ തന്നെ ശരീരത്തിൽ അവൻ്റെ രഹസ്യവും പരസ്യവും വ്യക്തമായി രേഖപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. CCTVയും മറ്റു ഡിജിറ്റൽ ക്യാമറ സംവിധാനങ്ങളും ഒക്കെയുള്ള ഈ കാലത്ത് തീർച്ചയായും മനുഷ്യനിർമ്മിതമായ ടെക്നോളജിയിലൂടെ തന്നെ അവനെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മരണമാസന്നമാവുകയും എല്ലാം സത്യമായി പുലരുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും താക്കീതുമാണ് സൂറത്തുൽ കാഫിലുടനീളം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ പലപ്പോഴും മരണത്തിന് ശേഷം വരാനിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് ചിന്തിക്കുകയും വിങ്ങിപ്പൊട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശൈരിയ ബഅദൽ മൗതി മദ്ദാറു. എല്ലാവരും കടന്നു പോകേണ്ട ഒരു വാതിലാണ് മരണം. ആ വാതിലിലൂടെ കടന്നുപോയാൽ ഏത് വീടിൻ്റെ അകത്തളങ്ങളിലാണ് എത്തിച്ചേരുക എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം വിലപിക്കുമായിരുന്നു. കുല്ലിന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന മരണം തീർച്ചയായും അത് നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ എന്ന വിശുദ്ധ ഖുർആനിലെ വാചകം അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാനുള്ള പ്രചോദനമായി മാറണം. 20, 21, 22 ആയത്തുകളിലൂടെ കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാവരും അവരോടൊപ്പം അവരെ തെളിക്കാൻ ഒരു മാലാഖയും അവരെ സാക്ഷിയായി നിൽക്കുവാൻ മറ്റൊരു മാലാഖയുമായി ആ ദിവസം വന്നണയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദിവസത്തെ കളവാക്കുകയും ആ ദിവസത്തെ ധിക്കരിക്കുകയും ചെയ്ത ആളുകൾക്ക് വരാനിരിക്കുന്ന വിപത്തിനെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് സത്യങ്ങളെല്ലാം വെളിവാകുവാൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. 23, 27 ആയത്തുകളിൽ റെക്കോർഡ് ചെയ്ത രേഖകളുമായിട്ടാണ് മനുഷ്യനെ അവിടെ ഹാജരാക്കുന്നത്. ഒരുപാട് നന്മകൾ തടഞ്ഞു
ഭൂമിയിൽ ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചു. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയും അവൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സത്യനിഷേധികളുടെ അവസ്ഥ തീർച്ചയായും വന്ന് അവിടെ വിച്ഛേദിക്കപ്പെടുമെന്നാണ് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അധികാരത്തിൻ്റെ മുഷ്ടിൽ ജനങ്ങൾക്ക് ശുദ്ധജലം പോലും നിഷേധിക്കുന്ന വളരെ ക്രൂരമായ നിലപാടുകൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്ര നേതാക്കളെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടി വരും. നന്മ തടയുകയും തിന്മ അടിച്ചേൽപ്പിക്കുകയും പാരതന്ത്ര്യം അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാരുടെ കഥ ആധുനിക കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു വിചാരണയ്ക്ക് ശേഷം പ്രവാചകന്മാരെ കളവാക്കുകയും തള്ളിപ്പറയുകയും അവരുടെ അധ്യാപനങ്ങളെ വിലക്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന കുഫാറുകളെന്ന് സൂചിപ്പിച്ച സത്യനിഷേധികൾ തീർച്ചയായും നരകത്തിൻ്റെ അവകാശികളായി മാറും. അത്തരത്തിൽ അവർ നരകത്തിൽ വീഴുവാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം അവർ സത്യനിഷേധികളായി തീർന്നു എന്നുള്ളതാണ്. സത്യത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലൂടെ സത്യമാണെന്ന് തെളിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുവാനുള്ള ത്വരയാണ് ദുനിയാവിൽ അവർ കാണിച്ചത് എന്നുള്ളതാണ്. രണ്ടാമതായി നന്മ മുടക്കുകയും അതിക്രമം കാണിക്കുകയും സത്യത്തിൻ്റെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത രണ്ടാമത്തെ തെറ്റായി വിശുദ്ധ ഖുർആൻ കാണിക്കുന്നത്. മൂന്നാമതായി അള്ളാഹുവിനെ അംഗീകരിക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാതിരിക്കുകയും അവന് നൽകേണ്ട അധികാരങ്ങളും അവകാശങ്ങളും അവൻ്റെ പങ്കാളികൾക്ക് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്ത ക്രൂരന്മാരാണ്, സത്യനിഷേധികളാണ് അവർ. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അവർക്ക് ചെന്നെത്തേണ്ട അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിലെല്ലാം പരലോക ജീവിതത്തെ, പുനരുജ്ജീവിതത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ ആയത്തുകൾ സൂറത്തുൽ ഖാഫ് നമ്മെ സംബന്ധിച്ചിടത്തോളം